ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈഫ ഹാലക്കും? അപ്പം എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? എനിക്കറിയാം, എല്ലാവരും നല്ല ടെൻഷനിലായിരിക്കും. എക്സാമിൻ്റെ ആ ഒരു ചൂടും പുകയും ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയായിരിക്കും നമ്മളെ വീട്ടിലൊക്കെ അല്ലേ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടെൻഷൻ ആവണ്ട, ടെൻഷൻ ആവേ വേണ്ട. അത് ഞാൻ ചുമ്മാ പറയല്ല. ടെൻഷനായാൽ നിങ്ങൾക്ക് പഠിച്ചും കൂടെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എന്ത് ചെയ്യും, മറന്നു പോവും, ഒക്കെ വിട്ടുപോവും, ഫുൾ ബ്ലാങ്ക് ആയിരിക്കും മൈൻഡിൽ. അതുകൊണ്ട് ടെൻഷനായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പഠിക്കുക, മാക്സിമം നമ്മൾ പഠിക്കുക. ബാക്കിയൊക്കെ തവക്കൽത്ത് അല്ല അവിടച്ചവൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അവിടുന്ന് ഒരു സഹായം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം എൻ്റെ എല്ലാ മക്കളും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് മാം സ്വാഗതം ചെയ്യുകയാണ്. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് 2 ടോപ്പിക്കാണ്. അതായത് ഒന്ന് നമ്മുടെ താലീക്കും, രണ്ടാമത്തത് നമ്മുടെ മുഖദ്ദിമയാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഒന്നാമത്തത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ അതിനെ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് വേർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സെൻറ്റൻസ് ആക്കി എഴുതാൻ അറിയാത്ത കുറേ കുട്ടികളുണ്ട്. അതിൻ്റെ പേരിൽ 2 മാർക്ക് കളയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക സെൻറ്റൻസുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏത് താഴേക്ക് ചോദിച്ചാലും, ഏതൊരു അടിക്കുറിപ്പ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള സെൻറ്റൻസാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. സോ പിന്നെ മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇൻട്രൊഡക്ഷൻ സ്പീച്ചാണ്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കുഞ്ഞു ടെക്നിക്കും കൂടെ പറഞ്ഞു തരാം. സോ അപ്പോൾ എല്ലാ മക്കളും നമ്മളെ ക്ലാസ് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ കയ്യിലൊരു പേനയും ഒരു ബുക്കും നിങ്ങളുടെ കയ്യിൽ വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാത്ത കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഞാൻ ഈ താലീക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പേനയും പേപ്പറും ബുക്കും ഒക്കെ കയ്യിൽ വെക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതേ മാം ഓടി എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ വീഡിയോയിലേക്ക് പോവാണ്. യെസ്, അപ്പോൾ നോക്കൂ മക്കളെ, ഇവിടെ എന്താ ഞാൻ കൊടുത്തിട്ടുള്ളത്, അത്തഅലീഖാത്ത്, ക്യാപ്ഷൻസ് അല്ലേ, അടിക്കുറിപ്പ് അല്ലേ? യെസ്, അടിക്കുറിപ്പിനാണ് നമ്മൾ, ക്യാപ്ഷൻസിനാണ് നമ്മൾ താലീഖാത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടിക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിച്ചാൽ, ഈ ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രം അല്ലേ, ഈ ഒരു ചിത്രം നല്ല പോലെ സൂക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ നോക്കുക, ഇതിലെന്താണ് കൊടുത്തിട്ടുള്ളത്, ആരൊക്കെയാണ് ഉള്ളത്, ഇതിൻ്റെ ഒരു തീം എന്താണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ ഒരു സൈഡ് മാത്രം നോക്കിയിട്ട് അടിക്കുറിപ്പ് തയ്യാറാക്കുന്ന കുറേ ടീമുണ്ട്. അങ്ങനെ പാടില്ല. ഫുള്ളായിട്ട് ആ പിക്ചറിനൊരു തീം ഉണ്ടാവുമല്ലോ, ആ തീം നോക്കുക. എന്നിട്ട് നല്ല വാക്യങ്ങൾ, വേർഡ്സുകൾ യൂസ് ചെയ്തിട്ട് അതിന് നല്ലൊരു അടിക്കുറിപ്പ് ഉണ്ടാക്കുക. ഓക്കെ, ഇവിടെ നോക്ക്, ജസ്റ്റ് ഇത് എവിടെ കൊടുത്ത കണ്ടോ, ഒരു കുഞ്ഞ് എന്ത് ചെയ്യാണ്, അതിൻ്റെ പപ്പിക്കുട്ടീനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തിയിട്ട് നടക്കുകയാണ് അല്ലേ? അപ്പോൾ ആ പപ്പിക്കുട്ടി എന്ന് പറഞ്ഞാൽ അവനെന്താണ്, പപ്പി ഡോഗ് ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ഡോഗ് ആവണം, അല്ലെങ്കിൽ അവൻ അങ്ങനെ എടുത്തു കൊണ്ടുപോവോ ഇല്ല. അപ്പോൾ നമ്മൾ ആ രീതിയിലൊക്കെ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ അത്രയും അവൻ്റെ ഒരു ആയിട്ടുള്ള ഒരു സംഭവമായിട്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു അത്രയും ഇഷ്ടപ്പെട്ടൊരു ജീവിയോ അല്ലെങ്കിൽ പക്ഷിയോ ഒക്കെ ആയാൽ നമ്മൾ അങ്ങനെ കൊണ്ടു നടക്കും അല്ലേ? അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മളെ തോട്ട് എന്ത് ചെയ്യണം, പോവണം. എന്നിട്ട് നമ്മൾ എഴുതണം. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഈ കുഞ്ഞിനോട് അല്ലെങ്കിൽ ഈ പട്ടിക്കുട്ടീനോട് നമ്മൾ പറയുന്ന രൂപത്തിലാണ് നമ്മൾ എഴുതുക അല്ലേ? എന്താ എഴുതുക, യാ ഹിബി, ഓ എൻ്റെ സ്നേഹമേ അല്ലേ? യെസ്, ലൻ അതുറുക്ക, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, അവോയ്ഡ് ചെയ്യില്ല അല്ലേ? ഞാൻ നിന്നെ എന്ത് ചെയ്യുക, ഇട്ടെറിഞ്ഞു പോവൂല, അബദൻ, ഒരിക്കലും. 2 മാർക്ക് അങ്ങോട്ട് കിട്ടി അല്ലേ? ലൻ അതുറുക്ക അബദൻ, ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇട്ടു പോവുകയില്ല. നിനക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു പിക്ചർ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറച്ച് അടിക്കുറിപ്പുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കിയേ, യാ ഇലാഹന, ഓ എൻ്റെ പഠിച്ചോനെ അല്ലേ, അലാ തറ അഹ്വാലന, നീ ഞങ്ങളെ അവസ്ഥ കാണുന്നില്ലേ? ഇപ്പോൾ ഒരു ഉരുള് പൊട്ടിയ സ്ഥലമാണെങ്കിൽ നിങ്ങൾക്കിത് എഴുതാം
അല്ലേ? അതല്ല വെള്ളപ്പൊക്കത്തിൻ്റെ സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. അതല്ല ഒരു എന്താ പറയുക, ഒരു മക്കളൊക്കെ പണിയെടുക്കുന്ന ഒരവസ്ഥയാണ്, നിങ്ങൾക്ക് ബാലവേലയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. അങ്ങനെ ഒരു വിധത്തിലുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നാലും നിങ്ങൾക്ക് ഇത് എഴുതാം. യാ ഇലാഹന അലാ തറ, നീ കാണുന്നില്ലേ, അഹ്വാലന, ഞങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ ഞങ്ങളുടെ സിറ്റുവേഷൻസ് നീ കാണുന്നില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് സയംലി ഹാദ സമനു കമാ മള ഗൈറുഹു. എന്താ അതിൻ്റെ മീനിങ്? സയംലി കടന്നു പോകും, കഴിഞ്ഞു പോകും, ഹാദ സമൻ ഈ ഒരു സമയവും, ഈ സമയവും കഴിഞ്ഞു പോകും, കമാ മള ഗൈറുഹു മറ്റ് കാലങ്ങൾ കഴിഞ്ഞതുപോലെ. അതൊക്കെ നമുക്ക് എന്ത് ഈസിയാലേ, അതൊക്കെ പഠിച്ചു വെച്ചോ, ഏത് ചോദിച്ചാലും ഇതൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, സയംലി കഴിഞ്ഞു പോകും, ഹാദ സമൻ ഈ ഒരു സമയവും, കമാമല കഴിഞ്ഞതുപോലെ, സമൻ കമാമല ഗൈറുഹു അതായത് മറ്റുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയതുപോലെ ഈ ഒരു കാലവും എന്ത് ചെയ്യും, കഴിഞ്ഞു പോകും അല്ലേ? അതായത് ഈ സമയവും കടന്നു പോകും. അതാണ് സയംലി ഹാദ സമൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് ലാ ഹുസുനുൻ യദൂമു വലാ ഫറഹുൻ യഖ്ലുദു. അല്ലേ? യാ ഹുസുനുൻ യദൂമുൻ ഒരു ദുഃഖവും നിലനിൽക്കുന്നില്ല. ലാ ഹുസുനുൻ യദൂമു ഒരു ദുഃഖവും നിലനിൽക്കുന്നില്ല. നമുക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാവുമോ? ഇല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സന്തോഷം വരും അല്ലേ? എല്ലാ കാലത്തും സങ്കടമായിട്ടിരിക്കുമോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഖുർആൻ തന്നെ പറഞ്ഞ എന്താണ്, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇന്ന മഅൽ ഉസ്രി യുസ്റ അല്ലേ? തീർച്ചയായും ഒരു ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ട്. അതേപോലെ ഇതൊക്കെ നിങ്ങൾക്ക് കോട്ടിങ്സ് ആയിട്ട് എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്താണ് ലാ ഹുസുനുൻ യദൂമു ഒരു ദുഃഖവും എന്ത് ചെയ്യില്ല, നിലനിൽക്കില്ല. വലാ ഫറഹുൻ യഖ്ലുദു ഒരു സന്തോഷവും നിലനിൽക്കില്ല അല്ലേ? അതല്ലെങ്കിൽ ഒരു സന്തോഷവും ശാശ്വതമല്ല. അതായത് നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. ദുഃഖങ്ങളും സന്തോഷങ്ങളും മാറി 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 വരുന്നതാണ് നമ്മുടെ ലൈഫ്. എല്ലാവരുടെ ലൈഫും എത്ര പണക്കാരാവട്ടെ, എത്ര പാവപ്പെട്ടവരാവട്ടെ, അവരുടെ ലൈഫിൽ എപ്പോഴും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ എന്താണ്, ഒരു മനുഷ്യൻ്റെ ലൈഫിൽ മാറി മറിഞ്ഞു വരും അല്ലേ? അപ്പോൾ ലാ ഹുസുനുൻ യദൂമു വലാ ഫറഹുൻ യഖ്ലുദു എന്തൊരു നല്ല കോട്ടിങ്സ് ആണ് അല്ലേ? അടുത്തത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ, കാരണം ഏത് വന്നാലും നിങ്ങൾക്ക് ഇതിൽ ഈ 6 ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഷുവറാണ്. അടുത്തത് അൽ അയ്യാമു തംലി വൽ അലമു യസൂലു. അല്ലേ? അൽ അയ്യാമു തംലി ദിവസങ്ങൾ കടന്നു പോകും, ദിവസങ്ങൾ എന്ത് ചെയ്യും, കടന്നു പോകും. വൽ അലമു യസൂലു വേദനയും മാറിപ്പോകും. എന്താണ്? ദിവസങ്ങൾ കടന്നു പോകും, വൽ അലമു യസൂലു വേദനയും മാറിപ്പോകും. അതൊക്കെ നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ ഇങ്ങനെ വിഷമം കൊണ്ടുള്ള പിക്ചേഴ്സ് ഇല്ലേ, അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഈ രൂപത്തിലൊക്കെ എഴുതാം. അടുത്തത് ബഅദ ളയ്യികി യഅതി അൽ ഫറജ്. അല്ലേ? പ്രയാസങ്ങൾക്ക് ശേഷം ആശ്വാസം വരും. ബഅദ ളയ്യിക്, ളയ്യിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇടുങ്ങിയത് എന്നൊക്കെയാണ്. അപ്പോൾ ബഅദ ളയ്യികി ഒരു ഇടുക്കത്തിന് ശേഷം യഅതി അൽ ഫറജ് എന്താണ്, ആശ്വാസം വരും. അതാണ് നമ്മളെ ഖുർആന്റെ വാക്യം, ഇന്ന മഅൽ ഉസ്രി യുസ്റ. അല്ലേ? യെസ്. അടുത്തത് മൻ ലാ യർഹമു ലാ യുർഹം. നോക്കിയേ, മൻ ലാ യർഹമു കരുണ കാണിക്കാത്തവരോട് ലാ യുർഹം കരുണ കാണിക്കപ്പെടുകയുമില്ല. അല്ലേ? മൻ ലാ യർഹമു ലാ യുർഹം. ഓക്കെ, അപ്പം ആ രീതിയിൽ നമ്മളിതൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് നെക്സ്റ്റ് വന്നോണ്ട് നോക്കിയേ, അൽ മുഖദ്ദിമ. മക്കളെ എന്താണ് മുഖദ്ദിമ? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ ചർച്ചയിലും അതല്ലാതെയും ഒക്കെ പൊതുവായിട്ടുള്ള ചർച്ചകളിലും മുനാഖശയിൽ കണ്ടുവരുന്ന ഇൻട്രൊഡക്ഷൻ സ്പീച്ചിനെയാണ് നമ്മൾ മുഖദ്ദിമ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ, അതിനെ സംബന്ധിച്ച് ഒരു ചാനൽ ചർച്ച നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആര് വേണം, ഒരു 4-3 ഗസ്റ്റ് വേണം അല്ലേ? ആ ഗസ്റ്റിൽ നമ്മളുടെ കൂടെ അല്ലേ, ആ ഗസ്റ്റിൽ നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? ഒരു 3 മുശാരിക്ക് അല്ലേ, മുശാരിക്കുങ്ങൾ വേണം. അതായത് എന്താ പറയുക, 3 ഗസ്റ്റ്. ഒന്നാമത്തത് ആരാണ്? ഇതായി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരാണ്? നാഷിത്തുൻ ബിഇയുൻ. ഒരു ബിഇ അല്ല, നാഷിത്ത്. ഒരു നാഷിത്ത് വേണം അല്ലേ? ഒരു നാഷിത്ത് വേണം, ഒരു ആക്ടിവിസ്റ്റ് വേണം
അല്ലേ? അത് BE ആവട്ടെ, അല്ലെങ്കിൽ ഇജ്തിമാഇ ആവട്ടെ, അല്ലേ, ആരാവട്ടെ, സോഷ്യൽ പ്രവർത്തകനോ സാമൂഹ്യ പ്രവർത്തകനോ അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക BE ആയിട്ടുള്ള ഒരു പ്രവർത്തകനോ, അങ്ങനെ ആരെങ്കിലും ആയിട്ടുള്ള ഒരു ആൾ അവിടെ വേണം. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും. പിന്നെ രണ്ടാമത്തെ എന്താണ്? മുദരിസത്തുൽ ഉലൂം എന്ന് പറഞ്ഞാൽ സയൻസ് അധ്യാപകൻ എന്നാണ്. അവിടെ ഉലൂം എന്നുള്ളത് മാറ്റിയിട്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യാപകൻ, അൽ മുഅല്ലിമത്തുൽ പിന്നെ അറബിയ, അല്ലെങ്കിൽ അൽ മുദരിസത്തുൽ ഇൻജിലീസിയ, അങ്ങനെ ഏതായാലും കുഴപ്പമില്ല. പിന്നെ മൂന്നാമത്തതാണ് ബാഹിസ്, ഒരു സ്കോളർ, ഒരു റിസർച്ചർ. ഓക്കെ, ഒരു റിസർച്ചർ വേണം. അതായത് ആ വിഷയത്തിൽ പിന്നെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിസർച്ചർ. അതല്ലെങ്കിൽ അദ്ദക്തൂർ, ഒരു ഡോക്ടർ വേണം. മനസ്സിലായോ? അപ്പോൾ ഈ 3 പേര് അൽ മുഷാരിക്കൂൻ എന്ന് പറയുന്ന 3 പേര് ഗസ്റ്റായിട്ട് ഈ 3 ആൾക്കാരുണ്ടാവും. പിന്നെ ആരുണ്ടാവുക? ആങ്കർ ആയിട്ട് ഒരാളുണ്ടാവും. ആ ആങ്കർ പറയുന്ന അല്ലെങ്കിൽ ആ ആങ്കർ നടത്തുന്ന സ്പീച്ചിനെയാണ് നമ്മൾ മുഖദ്ദിമ എന്ന് പറയാം. അതായത് ആങ്കർ പറയാണ്, എല്ലാവർക്കും സ്വാഗതം, ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഇന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ആ വിഷയം എന്നാൽ എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം അവർ സംസാരിക്കുന്ന എന്താണ്? ഇന്നിവിടെ നമ്മളോട് കൂടെ വന്നിട്ടുള്ളത് ഇന്ന ഗസ്റ്റാണ്. ആ ഗസ്റ്റിനെ ഞാൻ ഡോക്ടർ ഇന്ന ആളാണ്, അദ്ദേഹം ഇന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തത്, ഇന്ന റിസർച്ചറാണ്, അദ്ദേഹം ഇന്ന വിഷയത്തിലാണ് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇന്ന അധ്യാപകനാണ്, അദ്ദേഹം ഇന്ന വിഷയത്തിൻ്റെ അധ്യാപകനാണ്, ഇന്ന സ്കൂളിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് പറയൂലേ. ഈ ബഹുമാനപ്പെട്ട എന്താ പറയുക ഗസ്റ്റുകളെ, അല്ലേ, പ്രിയപ്പെട്ട ഗസ്റ്റുകളെ വളരെ റെസ്പെക്റ്റോടുകൂടി ഈ ഒരു മുനാക്കശയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മുനാക്കശ എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ശരി. ഇനി മുനാക്കശ എങ്ങനെയാണ് എഴുതുക? ഇതാണ് ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, മുനാക്കശ എങ്ങനെ നമ്മൾ എഴുതും? ഓക്കെ, എങ്ങനെയാണ് മുനാക്കശ എഴുതുക മക്കളെ? എങ്ങനെയാണ് മുനാക്കശ എഴുതുക? വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ മുഷാരിക്കൂൻ എന്ന് പറഞ്ഞിട്ട് ഈ 3 ആൾക്കാരെ പേര് അവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ ഈ 3 ആൾക്കാരെ പേര് നമ്മൾ പഠിച്ചു വെച്ച് പോകണം. എന്നിട്ട് ഇവർക്ക് ശേഷം അന്നാഷിത്തുൻ BE ആണെങ്കിൽ BEയുൻ, അല്ലെങ്കിൽ ഇജ്തിമാഇയുൻ ആണെങ്കിൽ അങ്ങനെ അതിവിടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അയാളുടെ നെയിമും ഇവിടെ ചേർക്കുക, പേര്. ക്ലിയർ ആയോ? അതായത് മുഹമ്മദ് എന്നോ ഹാമിദ് എന്നോ അങ്ങനെ എന്തെങ്കിലും പേരും അവിടെ കൊടുക്കുക. പിന്നെ മുദരിസത്തുൽ ഉലൂം ആണെങ്കിൽ ഉലൂം കൊടുക്കാം. സബ്ജക്റ്റ് എന്താ തന്നത് എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് വേണം ഇവിടെ ഏത് തരം അധ്യാപകനാണ് നമ്മൾ അതിഥിയായിട്ട് വരേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ. അപ്പോൾ മുദരിസത്തുൽ ഉലൂം എന്ന് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ആ മുദരിസത്തുൽ ഉലൂമിൻ്റെ പേര് എഴുതുക. എന്തെങ്കിലും ഒരു പേര്, ഏതെങ്കിലും ഒരു നെയിം ഇവിടെ എഴുതി കൊടുക്കുക. അടുത്തത് ബാഹിസുൻ ഫി, റിസർച്ചർ. ബാഹിസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ചറാണ്. അപ്പോൾ ഇയാളെ ബാഹിസാണ്. അപ്പോൾ ഇയാളെ പേര് ഇതേ ഇവിടെ ഇതിൻ്റെ ഗ്യാപ്പിൽ ഇയാളെ പേര് എഴുതി കൊടുക്കുക. അഹ്മദ് ഖാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു പേര്. എന്നിട്ട് ഫീ കഴിഞ്ഞിട്ട് ഏത് വിഷയത്തിലാണോ അയാൾ റിസർച്ച് ചെയ്യുന്നത്, അതായത് നമ്മുടെ ടോപ്പിക് എന്താണോ അതിവിടെ എഴുതുക. ആ ടോപ്പിക്കിലാണല്ലോ പിന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വിഷയം റിസർച്ച് ചെയ്യുന്ന ആളെ തന്നെ ആവണല്ലോ നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കേണ്ടത്. അപ്പം നമ്മളിത് ഇവിടെ ടോപ്പിക്ക് എഴുതി. അടുത്തത് അദ്ദക്തൂർ, അല്ലേ, ഡോക്ടർ, ഇന്ന വിഷയത്തിലെ ഇന്ന ഡോക്ടർ. അപ്പോൾ അയാളെ പേരും ഇവിടെ എഴുതി കൊടുക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മുഷാരിക്കീങ്ങളുടെ പേര് തന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മുഷാരിക്കൂൻ എന്ന് പറഞ്ഞിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് ആ 3 ആളെ പേര് ആദ്യം എഴുതുക. ഇനി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് ചിലപ്പം കനാത്ത് തരും. കനാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചാനലിൻ്റെ പേരും ചിലപ്പോൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ചാനലിൻ്റെ പേര് എന്താ പറയുക തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വർദ്ധത്ത് എന്നോ
വർദ്ധത്ത് നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരുകൾ എന്താ പറയുക ആ ചാനലിൻ്റെ പേര് തരും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചാനലിൻ്റെ പേരും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ എന്താ പറയുക മനസ്സിലാക്കി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചാനലിൻ്റെ പേര് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താ വെച്ചാൽ അൽ മുഷാരിക്കൂൻ എന്ന് പറഞ്ഞിട്ട് ആ 3 ആളെ പേര് എഴുതുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, അസ്തിഖാഇ അൽ അഇസ്സ കണ്ടോ നിങ്ങൾ, ഉണ്ടോ? അസ്ദിഖാഇ അൽ അഇസ്സ പ്രിയപ്പെട്ടവരെ, അല്ലേ, പ്രിയപ്പെട്ട ഫ്രണ്ട്സ്. എന്നിട്ടോ ഇത് ഇങ്ങനെ തന്നെ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്നത് നീല മഷി കൊണ്ട്, നീല ഇങ്ക് കൊണ്ട് അണ്ടർലൈൻ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അഹ്ലൻ ബിക്കും ഇലൽ മുനാഖശതി ഹൗല, കണ്ടോ? ഇത്രയും പോർഷൻ നിങ്ങൾ പഠിക്കുക. അഹ്ലൻ ബിക്കും, നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇലൽ മുനാഖശ, ഈ ഒരു ചർച്ചയിലേക്ക്. ഹൗല ഡേഷ്, ഇന്ന വിഷയത്തെക്കുറിച്ച്, അല്ലേ? ഹൗല ഡേഷ്, ഇന്ന വിഷയത്തെക്കുറിച്ച്. അപ്പോൾ ഈ ഹൗല എന്ന് പറഞ്ഞാൽ ആ വിഷയമാണ് അതിന് ശേഷം എഴുതേണ്ടത്. മനസ്സിലായോ? ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൗണ്ട് ചെയ്തിടാം. ഈ വിഷയമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വിഷയം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ആ വിഷയം നമ്മൾ അവിടെ എഴുതി കൊടുക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്നിട്ട് അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ അബറകാനാത്ത്, ഈ വാക്ക് പഠിക്കുക. അബറകാനാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാനലിലൂടെ, ഇന്ന ചാനലിലൂടെ. എന്നിട്ട് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ചാനലിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അങ്ങനെ ഒരു ചാനലിൻ്റെ പേര് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ഒരു നഹ്ലത്ത് നിന്നോ വർദ്ധത്ത് നിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ പേര് അവിടെ കൊടുക്കാം. ക്ലിയർ ആണല്ലോ? അബറകാനാത്തി ഡേഷ്, ആ ചാനലിൻ്റെ പേര്. ഇനി അടുത്തത് നിങ്ങൾ എഴുതേണ്ടത്, പഠിക്കേണ്ടത് മഅന, നമ്മുടെ കൂടെയുണ്ട്. ഫി ഹാദിഹിൽ ഹൽഖ, ഈ ഒരു എപ്പിസോഡിൽ ളുയൂഫുൻ കിറാമുൻ, വിശിഷ്ടാതിഥികൾ. ഇത്രയും പഠിച്ചു വെക്കുക. ഓക്കെ, മഅന ഫി ഹാദിഹിൽ ഹൽഖത്തി ളുയൂഫുൻ കിറാമുൻ, ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് എന്നുള്ള ആ വാക്ക് പഠിക്കുക. എന്നിട്ട് ഇവിടെ മുതൽ നിങ്ങൾ ആ എപ്പിസോഡിൽ ആരൊക്കെയാണോ ചർച്ച ചെയ്യാൻ ഗസ്റ്റായിട്ട് വന്നത് അവരുടെ പേര് എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക. മനസ്സിലായോ? പേരും പിന്നെ അവരേത് വിഷയത്തിലാണ് ഇത് എടുത്തത്, എന്താ പറയുക ഡോക്ടറേറ്റ് എടുത്തത്, അല്ലെങ്കിൽ എന്താ പറയുക ഏത് വിഷയത്തിലാണ് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ വെച്ചിട്ട് അത്രയും ഗസ്റ്റിൻ്റെ പേരും ഡീറ്റെയിൽസും അവിടെ കൊടുക്കുക. ഇനി നിങ്ങൾ അടുത്തത് പഠിക്കേണ്ടത് അഹ്ലൻ വ മർഹബൻ ബിൽ ളുയൂഫിൽ കിറാം ഇലൽ മുനാഖശ. കണ്ടോ? ഇത് നിങ്ങൾ പഠിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. അഹ്ലൻ വ മർഹബൻ ബി ളുയൂഫിൽ കിറാം, വിശിഷ്ടാതിഥികൾക്ക് ഈ ഒരു മുനാഖശയിലേക്ക്, ഈ ഒരു ചർച്ചയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അല്ലേ? അത്ര വരെ പഠിക്കുക. അപ്പം ഞാൻ ഈ നീല മഷി കൊണ്ട്, നീല ഇങ്ക് കൊണ്ട് അണ്ടർലൈൻ ചെയ്തവയൊക്കെയും മാമിൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. മനസ്സിലായോ? ഒന്നാമത്തേത് അസ്തിഖാഇ അൽ അഇസ്സ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അഹ്ലൻ ബിക്കും ഇലൽ മുനാഖശത്തി ഹൗല ഡേഷ്, നിങ്ങളെ എല്ലാവരെയും ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൗല ഡേഷ്, ഇന്ന ചർച്ചയിലേക്ക്. അബ്രകാനാത്തി ഡേഷ്, അബ്രകാനാത്ത്, ഈ ഒരു ചാനലിലൂടെ, ആ ചാനലിൻ്റെ പേര് അവിടെ കൊടുക്കുക. അടുത്തത് മഅന ഫി ഹാദിഹിൽ ഹൽഖത്തി അൽ-ളുയൂഫുൽ കിറാം, ഈ ഒരു എന്താ പറയുക എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ആരാണ്? അൽ-ളുയൂഫുൽ കിറാം, വിശിഷ്ടാതിഥികളായിട്ടുള്ള ഡേഷ് ഡേഷ് ഡേഷ്, ഇന്ന ആൾക്കാരാണ്. ക്ലിയർ ആയോ? ഓക്കെ, എന്നിട്ട് പറയാം അഹ്ലൻ വ മർഹബൻ ബി ളുയൂഫിൽ കിറാം ഇലൽ മുനാഖശ. കഴിഞ്ഞോ? മനസ്സിലായോ? ഇനി അതിൻ്റെ വേറൊരു രൂപം കൂടെ മാം കാണിച്ചു തരാം. കണ്ടോ? നോക്കിയേ, ഈ റെഡ് കളർ കൊണ്ട് കൊടുത്തതല്ലാത്തൊക്കെ നോക്കിയേ, ഞാൻ മാം അണ്ടർലൈൻ ചെയ്തുതരാം. അസ്തിഖാഇ അൽ അഇസ്സ നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ടോ? അഹ്ലൻ ബിക്കും ഇലൽ മുനാഖശത്തി ഹൗല, കണ്ടോ? ഹൗല അവിടെ വരെ പഠിച്ചു. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? ആ സബ്ജക്റ്റ് കൊടുക്കും. അബ്രകാനാത്തി, അബ്രകാനാത്തി, ഈ ചാനലിലൂടെ, ചാനലിൻ്റെ പേര് കൊടുക്കുക. മഅന ഫി ഹാദിഹിൽ ഹൽഖ, ഈ ഒരു എപ്പിസോഡിൽ നമ്മളെ കൂടെയുള്ളത് ളുയൂഫുൽ കിറാം, ഈ എന്താ പറയുക വിശിഷ്ട അതിഥികളായിട്ടുള്ള ഇന്ന 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 ആൾക്കാരാണ്. ആ ആൾക്കാരെ പേര് അവിടെ കൊടുക്കാം. ഓക്കെ, അടുത്തത്
എന്താണ് അഹ്ലൻ വ മർഹബൻ, അഹ്ലൻ വ മർഹബൻ. ആരാണ്? ബിളുയൂഫിൽ കിറാം ഇലൽ മുനാഖശ. കണ്ടോ? അപ്പൊ ഇത്രയും പോർഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മുനാഖശയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ എല്ലാവരും ഈ ഒരു പോർഷൻ വളരെ വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. വളരെ വളരെ വൃത്തിയായിട്ടെന്ന് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ 100% ഷുവർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് മുഖദ്ദിമ. അതുകൊണ്ട് ഈ ഒരു പോർഷൻ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് ഇത് എഴുതാൻ പറ്റുള്ളൂ. അത് ഉറപ്പാണ്. എക്സാമിൽ ഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യം വരിക. അല്ലാതെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ട് അതുപോലെ എഴുതൂ എന്നൊന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എക്സാമിന് പറയില്ല. ഓക്കെ, നിങ്ങളിൽ പല രക്ഷിതാക്കളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അറബിക്കല്ലേ, ഈസി അല്ലേ, അത് എല്ലാവർക്കും A+ കിട്ടുന്ന സബ്ജക്റ്റ് അല്ലേ എന്നൊക്കെയാണ്. എന്നോടൊക്കെ പല പാരൻസും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, പണ്ടത്തെ കാലത്തെ അറബിക്കല്ല ഇപ്പം കുട്ടികൾ പഠിക്കണത്. വളരെ ടഫാണ്. വളരെ പഠിച്ചാൽ മാത്രം മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അറബിക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ മറന്നു പോകരുത്. ഇത്രയാണ് നമ്മൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം 7 മണിക്ക് നമ്മൾ ലൈവിൽ വരും. മാരത്തോൺ ലൈവാണ്. എല്ലാവരും കാണണം. ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരുപാട് കണ്ടന്റുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകളും ആയിട്ടാണ് നമ്മൾ ആ ഒരു ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സോ എല്ലാ മക്കളും അന്നേ ദിവസം റെഡി ആയിട്ടിരിക്കുക. നന്നായി പഠിച്ചിട്ട് വരിക. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറും. ഓക്കെ, അപ്പം എല്ലാ മക്കളും എക്സാമിന് അടിച്ച് പൊളിച്ച് എഴുതാം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി ലൈവിൽ കാണാം. അസ്സലാമു അലൈക്കും.